ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ നമ്മുടെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ടിലോട്ട് നമ്മൾ കടക്കുക. നിങ്ങളോട് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഏവർക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ചില കാര്യങ്ങളാണ് ഡിഫറൻസിയേഷൻ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനു മുമ്പ് നമ്മൾ പഠിച്ച ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. സെറ്റ്സിനെ കുറിച്ച് പഠിച്ചു, റിലേഷനെ കുറിച്ച് പഠിച്ചു, ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ പലതരത്തിലുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യപ്പെടും. ഇവിടെ നിങ്ങളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ സെറ്റ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങളെ ഡെഫിനിഷൻ നമ്മൾ അറിയാം. സെറ്റ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് നമ്മൾ പറയും. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആൺകുട്ടികളുടെ ഒരു കൂട്ടം, പെൺകുട്ടികളുടെ ഒരു കൂട്ടം, അങ്ങനെ പല രീതിയിലുള്ള കൂട്ടങ്ങളെ കുറിച്ച് സെറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ശരിക്കും നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പല കൂട്ടങ്ങൾ, അതിൽ നിന്നാണ് നമ്മുടെ മാത്തമാറ്റിക്സ് ഇതെല്ലാം ഇന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അതിനായി നമുക്ക് ഈ കൂട്ടങ്ങൾ, സെറ്റ്സുകൾ, അതിൽ നിന്നാണ് നമ്മൾ റിലേഷനെ കുറിച്ച് പഠിച്ചു. നമുക്കറിയാം പല കൂട്ടങ്ങളും അതിൽ നിന്നാണ് പലതരത്തിലുള്ള റിലേഷൻ ഫോം ചെയ്യുന്നത്. പലതരത്തിലുള്ള റിലേഷൻസ് ഉണ്ട്. നല്ലതുണ്ടാവാം, മോശമായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നവര് എപ്പോഴും നല്ലത് മാത്രം തിരഞ്ഞെടുക്കും. അതിനുശേഷം ഈ റിലേഷനെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് ഇതിനെ കുറിച്ച് പഠിച്ചു, ഫംഗ്ഷനെ കുറിച്ച് പഠിച്ചു. ഇല്ലേ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പല ബന്ധത്തിലുള്ളവർ ഒരുമിച്ച് ചേരുന്ന ഒരു കൂട്ടായ്മയാണ്. അതാണ് ഒരു ഫംഗ്ഷൻ ആയിട്ടാണ്. അത് നമ്മുടെ റിയൽ ലൈഫിന് കണക്ട് ചെയ്ത് വന്നതാണ്. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് ഡിഫറൻസിയേഷൻ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ റിയൽ ലൈഫിൽ നിന്ന് ഓരോരുത്തർ കണ്ടെത്തിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ഓരോന്നിനും നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് ഇതിനോട് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. ഒന്ന് ഇഷ്ടപ്പെടണം. മാത്തമാറ്റിക്സ് പലർക്കും ബുദ്ധിമുട്ടും. ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ ഇതിനെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. എന്തും അങ്ങനെയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വളരെ ഭംഗിയായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഞാൻ ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളറിയാം. അടുത്ത നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂള് അല്ലെങ്കിൽ ചെയിൻ റൂള് എന്നൊരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പറയും. അത് നിങ്ങൾ ആസ്വദിക്കണം. അതാണ് നമ്മളത്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ആസ്വദിച്ച് ചെയ്യുക. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾ അങ്ങനെ ആസ്വദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാട്ടോ. ഒരു മടിയും വിചാരിക്കരുത്. കാരണം നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകും. അതുകൊണ്ട് വളരെ സ്ലോയിൽ, വളരെ തിരക്കൊന്നും ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞങ്ങൾക്ക് ക്ലാസ് വരെ അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുക. ചെയിൻ റൂൾ ഓർ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. നോക്കിക്കേ, അത് ചെയിന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ചെയിൻ. നിങ്ങൾക്ക് അറിയാല്ലേ, നമ്മളിപ്പോ മാല കണ്ടിട്ടുണ്ട്. പല പല കണ്ണികൾ കൂട്ടി ഇണക്കിയാണ് നമ്മളൊരു മാല ഉണ്ടാക്കുന്നത്, ചെയിൻ്റെ. അതുപോലെ തന്നെയാണ് പല ഫംഗ്ഷൻസ് നമ്മൾ കൂട്ടി ഇണക്കി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കി കുട്ടികളെ, ആ ഡെഫിനിഷൻ ഒന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ട് ഡെഫിനിഷൻ മനസ്സിലായാൽ പ്രോബ്ലം ചെയ്യാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇഫ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ, അല്ല ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയിരിക്കണം കേട്ടോ. ആ കണ്ടീഷൻ ഉണ്ട്. എന്തിനൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ ഇന്നതായിത്തീരണമെങ്കിൽ ഇന്ന കണ്ടീഷൻസ് നമ്മൾ പാലിക്കണം. ഒരു ജോലി നമുക്ക് കിട്ടണമെങ്കിൽ പല കണ്ടീഷൻസ് പാലിക്കാൻ. ഇഫ് എഫ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ which is the composite of g of x and h of x. Now composite നമ്മൾ already discuss ചെയ്തു first year. Such that f is equal to g composite h. That is f of x is equal to g of h of x. That definition നമ്മൾ പഠിച്ചു composite function. Then അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഓഫ് എക്സ് ജി ഓഫ് എച്ച് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, ദെൻ ശ്രദ്ധിക്കുക കുട്ടികളെ, ഡെറിവേറ്റീവ് ഓഫ് ജി
of h of x into derivative of h. ശ്രദ്ധിക്കണേ, ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന then g of h of x എന്ന ഫംഗ്ഷൻ. അപ്പൊ നമ്മള് g dash of h of x into h dash of x. h dash നമ്മൾ ഡെറിവേറ്റീവ് സൂചിപ്പിക്കുന്ന സിമ്പിൾ ആണ് അല്ലേ. then അവിടെ ശ്രദ്ധിക്കുക, ഈ ഡെഫിനിഷൻ ആണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിലോട്ട് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട്. ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പ്രോബ്ലംസ് മനസ്സിലാക്കാം. ഡെഫിനിഷൻ ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ്, ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ് ആണെങ്കിൽ then അതിന്റെ ഡെറിവേറ്റീവ് ജി ഡാഷ് എച്ച് ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഡാഷ് ഓഫ് എക്സ്. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എന്നാൽ എന്തിനും അങ്ങനെയാണ് എന്റെ നമ്മൾ വെറുതെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായെന്ന് വരാം. ഒരു ഉദാഹരണം നമ്മൾ കാണിച്ചു തന്നു. ഒരു വ്യക്തിയെ കുറിച്ച് നല്ല സ്വഭാവങ്ങൾ കാര്യങ്ങൾ വെറുതെ പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സാമ്പിൾ ഇന്ന വ്യക്തി ഇങ്ങനെയാണ്, അപ്പൊ നമുക്ക് അനുകരിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചാലും അതിന്റെ ഒരു എക്സാമ്പിളിലോട്ട് കിടക്കും. ചിലപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ടായിരിക്കും നമ്മൾ ഒരു ജനറൽ റിസൾട്ട് ഫോം ചെയ്തു. പല രീതിയിൽ നമ്മൾ ഇവിടെ നമ്മൾ റിസൾട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കണേ, find dy by dx if y is equal to sin of x plus b. ശ്രദ്ധിക്കുക, തന്നിരിക്കുന്നു y is equal to sin of x plus b ആണെങ്കിൽ എയും ബി കോൺസ്റ്റന്റ്സ് ആണ്. ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് dy by dx കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. നമുക്ക് നോക്കാം എങ്ങനെ അല്ലേ. ശ്രദ്ധിക്കണേ, അപ്പൊ ഗിവൺ y എടുത്തെഴുതുക തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഗിവൺ y is equal to sin of x plus b. Then derivative of y with respect to x, ഞാൻ നിങ്ങളോട് പറഞ്ഞു a യുടെ കോൺസ്റ്റന്റ്സ് ആണ് പത്താൻ ശ്രദ്ധിക്കുക. Then dy by dx is equal to, അതായത് ഡെറിവേറ്റീവ് y with respect to x എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് dy by dx ഓഫ് തന്നിരിക്കുന്ന y എന്ന് പറയുന്ന sin of x plus b. അപ്പൊ y യുടെ സ്ഥാനത്ത് നമ്മൾ sin of x plus b എന്ന്. ഇനി അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, sin of x plus b എന്ന ഫംഗ്ഷൻ ഓഫ് വേറൊരു ഫംഗ്ഷൻ sin of x. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ എക്സ് പ്ലസ് ബി നമുക്ക് ഒരു യു എന്ന് എടുക്കാം. നമുക്കൊരു ഒറ്റ ഇതിൽ പറയുന്നുള്ളൂ. അപ്പൊ സൈൻ ഓഫ് യു എന്ന് മനസ്സിൽ കരുതിയ വേണ്ട, നിങ്ങൾക്ക് മനസ്സിൽ എന്ത് വേണമെങ്കിൽ ചിന്തിക്കാം. മനസ്സിലായി. അപ്പൊ സൈൻ ഓഫ് യു കണ്ട, സൈൻ യു ഇത് മനസ്സിൽ കരുതി യു ആണെന്ന് കരുതി യു ആണ്. ദെൻ സൈൻ യുവിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്നാ പറയുക. അപ്പൊ സൈൻ യുവിന്റെ എന്തായിരിക്കും, കോസ് ഓഫ് യു. കോസ് ഓഫ് എക്സ് പ്ലസ് ബി. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കണം സൈൻ എക്സ് പ്ലസ് ബിയുടെ നമ്മൾ എന്തായാലും കോസ് ഓഫ് എക്സ് പ്ലസ് ബി വേർ യു ഈക്വൽ ടു എന്താണ്, എക്സ് പ്ലസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ യു ഇൻറ്റു ഡെറിവേറ്റീവ് യു. യു എന്താണ് എഴുതിയിരിക്കുന്നത്, എക്സ് പ്ലസ് ബി. അപ്പൊ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ബി. ഈ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്നുകൂടി ഞാൻ പറയാൻ ശ്രദ്ധിക്കണേ, ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് പ്ലസ് ബി where x plus b is നമ്മൾ എന്തായിട്ട് എടുക്കണം, that is equal to u എന്ന് കരുതുക. then sin of u, sin of ന്റെ ഡെറിവേറ്റീവ് എന്താ, cos of u, that is cos of x plus b into derivative u. u means x plus b, then derivative of x plus b. so that is equal to cos of x plus b. ഇത് അതുപോലെ നമ്മൾ അങ്ങോട്ട് എടുത്തെഴുതുക, cos x plus b into derivative of this function x plus b. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ നമ്മൾ a കോൺസ്റ്റന്റ്, അപ്പൊ കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു 1 അല്ലേ, എക്സിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ദാറ്റ് ഈസ് a ഇൻറ്റു 1 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ്. ഇവിടെ നമ്മൾ b എന്നൊരു കോൺസ്റ്റന്റ്, അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ 0 ആണ് പഠിച്ചത്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ എന്ത് വന്നു നോക്കിയേ, a ഇൻറ്റു കണ്ട a ഇൻറ്റു 1 പ്ലസ് b എന്ന് പറഞ്ഞാൽ a ഇൻറ്റു 1 a പ്ലസ് 0 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് a തന്നെയാണ്. അപ്പൊ a ഇൻറ്റു cos of x plus b എന്ന് പറയും. അതാണ് എന്റെ ഫൈനൽ ഡെറിവേറ്റീവ്. ഇതാണ് y sin x plus b എന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. അതിനെ dy by dx എന്ന് പറയുന്നു, a into cos of x plus b. എല്ലാവർക്കും മനസ്സിലായോ? കൃത്യമായിട്ട് എല്ലാവർക്കും ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നെ സംശയം ചോദിച്ചേക്കണം നിങ്ങൾ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുത്തേ, എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കാം കൃത്യമായിട്ട്. ഓക്കെ ഓക്കെ കുട്ടികളെ, ഇനി നമ്മൾ അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് കടക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. If y is equal to sin of x cube plus 7, ശ്രദ്ധിക്കണം കേട്ടോ, sin of x cube plus 7 find dy by dx.
അപ്പോൾ ഫംഗ്ഷൻ ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ പഠിച്ച റിസൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഡെഫിനേഷൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, എന്നാലേ നമുക്കത് കൃത്യമായിട്ട് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ നോക്കി, ഇഫ് y is equal to sin of x³ plus 7 ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x കാണാൻ ആവശ്യപ്പെട്ടു. നമ്മൾ എടുത്ത് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ y is equal to തന്നിരിക്കുന്നത് given y is equal to sin of x³ plus 7 sin of x³ plus 7 ശ്രദ്ധിക്കണം. Then dy by dx എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട്. അപ്പൊ നമ്മൾ ഇത് ഞാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ ഫംഗ്ഷൻ x³ plus 7 നമ്മൾ u എന്ന് മനസ്സിൽ സങ്കല്പിക്കാം. ഇത് u ആണ് വരുന്നത്. അപ്പൊ സൈൻ u അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? cos of u, then cos of x³ plus 7 cos of x³ plus 7 തീർന്നില്ല, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. ഇതാണ് x³ plus 7 എന്ന് പറയുന്നത്. u എന്ന് നമ്മൾ കണ്ടില്ല. എന്ത് കിട്ടും? x³ plus 7 ന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് എഴുതാം? x³ ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ദാറ്റ് ഈസ് 3x². നമ്മൾ നേരത്തെ പഠിച്ചു റിസൾട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. dy dx ഓഫ് x raised to n ആണെങ്കിൽ n into x raised to n minus 1 എന്നാണ് ഡെറിവേറ്റീവ് നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ x³ ന്റെ എന്തായിരിക്കും? x³ n-ന്റെ സ്ഥാനത്ത് 3 വരുന്നുള്ളൂ. അപ്പൊ എന്ത് വരും? 3 into x raised to 3 minus 1. അപ്പൊ എന്ത് വരും? 3 into x² എന്ന് വരും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? x³ ന്റെ ഡെറിവേറ്റീവ് 3x² എന്ന് എഴുതാം. 3x² പ്ലസ് 7 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ്? 0. നമ്മൾ പഠിച്ച ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0. അപ്പൊ ഈ റിസൾട്ട് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുന്നത് നല്ലതാണ്, നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 3x² വേണ്ടി നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് 3x² ഇൻറ്റു cos of x³ plus 7 cos of x³ plus 7. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കുക, ഇങ്ങനെ സംശയം ചോദിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എടുത്ത് എഴുതുക. കൃത്യമായിട്ട് എടുത്ത് എഴുതി നമ്മൾ കൃത്യമായെങ്കിൽ മാത്രമാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ കുട്ടികളെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് വരാം. ശ്രദ്ധിക്കട്ടെ, ഇവിടെ ഞാൻ ഒരു 3 സബ് ഡിവിഷൻസ് ആയിട്ട് എഴുതുക, കാരണം നമുക്ക് ഒരുമിച്ച് ഈ 3 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ ഒരു ടൈപ്പ് ഉണ്ട്, സെയിം ടൈപ്പ് തന്നെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാവുന്ന മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ നമുക്ക് തന്നിട്ട് y is equal to cos root x ആണ് അതിന്റെ ഡെറിവേറ്റീവ് കാണുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് y is √1 minus 2x² ആണെങ്കിൽ കണ്ടുപിടിക്കുക. തേർഡ് y is equal to tan of x raised to 4 ആണെങ്കിൽ കണ്ടുപിടിക്കുക. tan of x raised to 4. അപ്പൊ നമുക്ക് ഓരോന്ന് എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഫസ്റ്റ് വൺ given y is equal to cos of root x. Cos of root x. Y is equal to cos of root x. Then derivative y with respect to x നമ്മൾ കണ്ടുപിടിക്കണം. Then dy by dx എന്ന് പറയുന്നത് cos of, ഞാൻ പറഞ്ഞു cos of u നമ്മൾ എഴുതാം. cos u ന്റെ ഡെറിവേറ്റീവ് നമുക്ക് root x നമ്മൾ u എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ cos u ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? That is മൈനസ് സൈൻ. കാരണം cos x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് സൈൻ എക്സ്. അപ്പൊ നമുക്ക് cos of u എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ഓഫ്, ഇവിടെ യുവിന്റെ സ്ഥാനത്ത് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കണേ കേട്ടോ, എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നത്. അപ്പൊ മൈനസ് സൈൻ ഓഫ് റൂട്ട് എക്സിന്റെ നമുക്ക് ഇതെങ്ങനെ എഴുതാം? അതുപോലെ റൂട്ട് എക്സ് നമ്മൾ എഴുതി വെക്കാം. മൈനസ് സൈൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ്, നമ്മുടെ റൂൾ അനുസരിച്ച് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. ശ്രദ്ധിക്കണേ, y is equal to cos root x ആണെങ്കിൽ ഡെറിവേറ്റീവ് y with respect to x എന്ന് എഴുതാം. cos of u എന്ന് മനസ്സിൽ കരുതുക. അതിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് u എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ട് എക്സ് എടുത്തിരിക്കുന്ന ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യുടെ റൂട്ട് എക്സ്, ഡിവൈഡ് ഓഫ് റൂട്ട് എക്സ്. നേരിട്ട് വേണമെങ്കിൽ എഴുതാട്ടോ, അങ്ങനെ വേണമെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്ക് നേരിട്ട് എഴുതാം. ഞാനത് അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതിയെന്നുള്ളൂ, ശ്രദ്ധിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് പറഞ്ഞു റിസൾട്ട് ആയിട്ട് എന്താണ്? 1/2 റൂട്ട് എക്സ്. അറിഞ്ഞിരിക്കണം, ഓർമ്മയില്ല, നമ്മൾ ഫസ്റ്റിൽ പഠിച്ചാണ്.
റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ എങ്ങനെ എഴുതാം? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലായിട്ട് നമുക്ക് 2 റൂട്ട് എക്സ്. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പൊ നമ്മള് ശ്രദ്ധിച്ച് നോക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പൊ y is equal to cos root x ആണെങ്കിൽ dydx മൈനസ് സൈൻ റൂട്ട് എക്സ് ഡിവൈഡ് ബൈ 2 റൂട്ട് എക്സ്. ഇനി അടുത്ത പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഇതിനടുത്ത് ഞാൻ എഴുതുന്നതാണ്. നിങ്ങൾ എല്ലാവരും എഴുതി കഴിഞ്ഞോ? ശരിക്കും എഴുതിയെടുക്കണം, കൃത്യമായിട്ട് എഴുതിയെടുക്കണം. സംശയങ്ങൾ നിങ്ങൾ ചോദിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. എന്ത് സംശയം ചോദിച്ചു ക്ലിയർ എല്ലാം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. എന്ത് കാര്യം ഏത് സബ്ജക്ട്സ് അങ്ങനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അധ്യാപകർ പഠിപ്പിക്കണോ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സംശയം ക്ലിയർ ആയിട്ട് ചോദിച്ചിരിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാനുള്ള ഒരു ആവേശം നമ്മൾ കാണിക്കുമ്പോൾ ആ ഒരു തീർച്ചയായിട്ടും നമ്മൾ ആ സഭാകമ്പമൊക്കെ മാറി നമുക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ മറ്റുള്ളവർക്കും കൂടി അതിന്റെ ഗുണങ്ങൾ കിട്ടുക. അപ്പൊ പഠിപ്പിക്കുന്ന ഞങ്ങൾക്കും ഒരു എനർജി കിട്ടുകയാണ് തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾക്ക് കിട്ടുന്നു, ഞങ്ങൾക്ക് അത് വളരെ സന്തോഷം തോന്നുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും എന്ത് സംശയം ഉണ്ടെങ്കിൽ ലൈഫിൽ തന്നെ അങ്ങനെ സംശയങ്ങൾ വെച്ചുകൊണ്ടൊന്നും ഇരിക്കുന്നു. എന്ത് ഡൗട്ട്സിൽ നിന്നാൽ ധൈര്യത്തോടുകൂടി നമ്മൾ ചോദിക്കാൻ പറ്റണം. ആ ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് വേണം എല്ലാത്തിനും. ചിലവരുണ്ടാവും വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലുള്ള ഇതിലാവരുത്. വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എന്ത് സംശയങ്ങളും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി നല്ലതായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അടുത്ത പ്രോബ്ലത്തിൽ കിടക്കാം. ഞാൻ ഒന്ന് മൈക്ക് എൻ്റെത് ശ്രദ്ധിക്കണേ. നമുക്ക് സെക്കൻഡ് പ്രോബ്ലം. സെക്കൻഡ് വൺ എന്താണ്? ഞാൻ എടുത്തെഴുതുന്നത് given y is equal to root of 1 minus 2x square. y is equal to root of 1 minus. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത റൂട്ട് ഓഫ് യു ഉണ്ടാ. റൂട്ട് ഓഫ് യു, റൂട്ട് യുവിന്റെ ഡെറിവേറ്റീവ്, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/2 റൂട്ട് എക്സ്. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്യും. അപ്പൊ അനുസരിച്ച് ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. dx is equal to, നോക്കിയ കുട്ടികളെ നമുക്ക് റൂട്ട് യു എന്ന് പറയും. റൂട്ട് യുവിന്റെ വേണ്ടി 1/2 റൂട്ട് ഓഫ് യു. റൂട്ട് ഓഫ് എക്സ് ആണെങ്കിൽ 1/2 റൂട്ട് എക്സ് അതുപോലെ ഇത് 1/2 റൂട്ട് ഓഫ് യു. യു നമ്മൾ കരുതിയിരിക്കുന്നത് എന്താണ്? 1 minus 2x square. അപ്പൊ 1 minus 2x square into derivative of u ആയിട്ട് കരുതിയിരുന്നത് 1 minus 2x square. അപ്പൊ into d by dx of 1 minus 2x square into derivative of 1 minus. ക്ലിയർ ആണോ? അപ്പൊ ശ്രദ്ധിക്കണേ. dx എന്ന് 1/2 റൂട്ട് ഓഫ് യു into derivative u എന്ന് പറഞ്ഞാൽ 1 minus 2x square. So that is equal to 1/2 root of 1 minus 2x square into derivative 1 minus 2x square. അതിന്റെ ഡെറിവേറ്റീവ് അപ്പൊ 1 നമുക്ക് 10 ബ്രാക്കറ്റ് എഴുതാം. 1ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. മൈനസ് 2 into constant into നമ്മൾ ഫംഗ്ഷൻ പഠിച്ചല്ലേ ഡെറിവേറ്റീവ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ചെയ്ത ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമ്മൾ എഴുതുന്ന കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് -2 ഇൻറ്റു ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x. എക്സ് n ഫോം n ഇൻറ്റു x n minus 1. ഇവിടെ n 2 ആണെന്നുള്ളൂ. അപ്പൊ 2 ഇൻറ്റു x 2 minus 1 that is 2x. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? that is equal to -2 into 2 minus 4x divided by 2 into root of 1 minus 2x square. But ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്തില്ല. 2 ക്യാൻസൽ ചെയ്ത് 4 അപ്പൊ എന്ത് വരും? that is 2x divided by ഇവിടെ മൈനസ് ഉള്ള മൈനസ് ഇടുന്ന മറന്നു പോയത്. minus 2x divided by root of 1 minus 2x square. minus 2x divided by root of 1 minus 2x. ക്ലിയർ ആണ് എല്ലാവർക്കും? ശ്രദ്ധിച്ച് നോക്കുക. ഏതെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാവാൻ ചോദിച്ചു. ഓക്കെ, നമുക്ക് അടുത്തൊരു മൂന്നാമത്തെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഇത് ക്ലിയർ ആയെങ്കിൽ എല്ലാവരും പെട്ടെന്ന് എഴുതിയെടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളത് എഴുതിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് തേർഡ് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. തേർഡ് വൺ y is equal to tan of x raised to 4. tan of x raised to. Then dy by dx is equal to derivative of y with respect to x.
അപ്പൊ ടാൻ യു എന്ന് കരുതുക. ടാൻ യുന്റെ എന്താ വരിക? സി സ്ക്വയർ ഓഫ് യു. നമുക്ക് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്താ വരിക? സി സ്ക്വയർ എക്സ് എന്ന് പഠിച്ചു. അല്ലെങ്കിൽ റിസൾട്ട്സ് ഒക്കെ ആദ്യം പഠിച്ചു വെച്ചു കേട്ടോ. അപ്പൊ ടാൻ യു എന്ന് നമ്മൾ എക്സ് റൈസ് ടു 4 നമ്മൾ യു എന്ന് മനസ്സിലാക്കണം. അപ്പൊ സി സ്ക്വയർ ഓഫ് യു എക്സ് റൈസ് ടു 4 ടാൻ യുന്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ ഓഫ് യു. അതാണ് ആദ്യ റിസൾട്ട്സ് തന്നെ ആദ്യം നിങ്ങൾ പറഞ്ഞത്. Into derivative of dx of function into derivative of x raised to 4. X raised to 4 ന്റെ ഡെറിവേറ്റീവ് എന്ന് വരും. അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതിയ ശേഷം അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാൽ മതി. Into derivative x raised to 4. So that is equal to c square of x raised to 4 into derivative of x raised to 4. x raised to n form വീണ്ടും കണ്ട x raised to n. പിന്നെ വരും n into x raised to n minus 1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4 into x raised to 4 minus 1, 3. നേരിട്ട് എഴുതിയാൽ മതി. അപ്പോൾ n into x raised to n minus 4 into x raised to 4 minus that is 3. So that is equal to 4x cube into c square of x raised to 4. ശ്രദ്ധിച്ചു നോക്കിയ കുട്ടികളെ, ക്ലിയർ ആണോ നോക്കി? ഒന്നും കൂടി പറയാൻ, y is equal to tan of x raised to 4, tan u എന്ന് കരുതുക, then derivative of y with respect to x. That is equal to c square of x raised to 4, c square of u x raised to 4 divided into derivative u divided x of x raised to 4. x raised to 4 ന്റെ ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞു 4x raised to 3 x cube. That is 4x cube into ആദ്യം എഴുതിയുള്ളൂ c square of x raised to 4. ക്ലിയർ ആയി എല്ലാവർക്കും? എങ്കിൽ എല്ലാവരും ഇതൊക്കെ എഴുതിയെടുക്കുക. എല്ലാവർക്കും എഴുതിയത് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ കുട്ടികളെ, നമുക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഫോർത്ത് പ്രോബ്ലം, അതിൽ 3 പാർട്ടായിട്ട് എങ്ങനെ എഴുതും കേട്ടോ. ശ്രദ്ധിക്കണേ. ഫസ്റ്റ് പാർട്ട് ഡിഫറൻഷിയേറ്റ് സൈൻ റൂട്ട് എക്സ് വിത്ത് റെസ്പെക്ട് എക്സ്. ആദ്യത്തെ പാർട്ടാണ്. ദെൻ സെക്കൻഡ് പാർട്ട് ശ്രദ്ധിക്കണേ, ഡിഫറൻഷിയേറ്റ് റൂട്ട് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ്. റൂട്ട് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട്. ഇപ്പൊ 2 പാർട്ടാണ്. ആദ്യത്തെ അതിനെ ബേസ് ചെയ്യുന്ന 3ാമത്തെ പാർട്ട് ഹെൻസ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. ശ്രദ്ധിക്കണേ, ഹെൻസ് ഇത് ഉപയോഗിച്ചുകൊണ്ട് hence find the derivative of sin root x plus root of sin x with respect. ഇത് ഗ്രേഡിംഗ് പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഇപ്പൊ നമ്മൾ പബ്ലിക് എക്സാമിന് പല ക്വസ്റ്റ്യൻസും ഇത് രീതിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമ്മൾ ചെയ്യുക, രണ്ടാമത്തെ പാർട്ട് നമ്മൾ ചെയ്യുക. ഈ രണ്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ടായിട്ട് 3ാമത്തെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും അനലൈസ് ചെയ്യണം. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അത് നമ്മുടെ ലൈഫിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് റെഡി ചെയ്യണം. ഏത് പ്രോബ്ലം നമുക്ക് കിട്ടിയാലും നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു സൊല്യൂഷനോട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുന്നത്. അനലൈസ് ചെയ്യണം കൃത്യമായിട്ട്. ആ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് അതിന് ആൻസർ കൊടുക്കേണ്ടത്, വ്യക്തമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് വേണം നമ്മൾ അത് ആൻസർ കൊടുക്കാൻ. റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് ഒരു കാര്യത്തിൽ മറുപടി ഒന്നും പറയാൻ പോകരുത്. നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം കാര്യം, കേട്ട് മനസ്സിലാക്കിയിട്ട് അത് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ പ്രോബ്ലം ഇത് തന്നെയാണ്. അതിനെ ബേസ് ചെയ്ത പ്രോബ്ലം ചെയ്യുന്നത്. കാരണം ആദ്യത്തെ 2 പാർട്ടിനെ ബേസ് ചെയ്തിട്ട് 3ാമത്തെ അപ്പൊ നമുക്കൊരു കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഒക്കെ ശ്രദ്ധിക്കാം. Then differentiate sin root x. അപ്പൊ നമുക്കൊരു കാര്യം, ഫസ്റ്റ് പാർട്ട് ലെറ്റ് u is equal to ഒരു വേരിയബിൾ അല്ല, നമുക്കൊരു ഫംഗ്ഷൻ നമുക്ക് u is equal to sin root x എന്ന്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് u എന്ന ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എങ്ങനെ കാണാൻ സാധിക്കും? നേരത്തെ ചെയ്ത പോലെ നമ്മൾ സെയിം ടൈപ്പിന് കോസ് റൂട്ട് എക്സ് ഒരു പ്രോബ്ലം നമ്മൾ ആദ്യം ചെയ്തു. സെയിം ടൈപ്പിന് സൈൻ യു എന്ന് കരുതുക. സൈൻ ഇവിടെ നമുക്ക് യുന് വരും സൈൻ ഓഫ് വേറെ എന്തെങ്കിലും ഇസെഡ് എന്ന് കരുതുക. സൈൻ ഇസെഡിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ഇസെഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് സൈൻ റൂട്ട് എക്സ് സൈൻ യു. സൈൻ ഇവിടെ യുന് വരാൻ ഇവിടെ ഓൾറെഡി യു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും യു എന്ന് പറയണ്ട, വേറെ ലെറ്റർ മനസ്സിലാക്കുക. സൈൻ ഞാൻ പറഞ്ഞു സൈൻ ഇസെഡ് എന്നത്. സൈൻ ഇസെഡ് കോസ് എക്സ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഇസെഡ് എന്തായിരിക്കും? ഇറ്റ് ഈസ് കോസ് ഇസെഡ് എന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു. കണ്ട ഇവിടെ യുന് പറഞ്ഞാൽ നമ്മൾ ഇസെഡ്, ഇതിന്റെ ഡെറിവേറ്റീവ് ഇസെഡ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? അപ്പൊ നമുക്ക് റൂട്ട് എക്സ് ആദ്യം എഴുതാം, കാരണം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതിന്റെ ആൻസർ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു
cos of root x ഇത് ആദ്യം അതുപോലെ തന്നെ എടുത്തത് cos of root x into derivative of root x. root x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞ എന്താണ് 1/2 root x. അപ്പോൾ 1/2 യുടെ ഡിനോമിനേറ്റർ root x വരും. അത് നമുക്ക് ഇങ്ങനെ എഴുതിയാലും മതി. that is 2 root x into 1/2 root x ന് പകരം divide by 2 root x. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെറിവേറ്റീവ് u with respect to x എന്ന് പറയുന്നത് that is cos root x divided by 2 root x. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. then second part നോക്കാം. സെക്കൻഡ് പാർട്ട് എന്താണ് കുട്ടികളെ? ലെറ്റ് v is equal to വേറൊരു ഫംഗ്ഷൻ. അപ്പൊ വേറൊരു പേര് കൊടുക്കാം. അപ്പൊ നമ്മൾ തന്നെ നമുക്ക് ഇപ്പൊ ഒരു 3-4 മക്കളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പേര് കൊടുത്താൽ ശരിയാവും? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓരോരുത്തർക്കും ഓരോ പേര് കൊടുക്കും. എന്തിനാന്നുള്ളത് വേറെ ഒന്നിനുമല്ല, നമുക്ക് അതൊന്നും പറഞ്ഞ് വിളിക്കാൻ പറ്റില്ലല്ലോ, മനുഷ്യക്കുട്ടികളല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു പേര് നല്ല നല്ല പേരുകൾ കൊടുക്കും. അപ്പൊ നമുക്കറിയാം സ്വീറ്റിന്നോ അല്ലെ ഡാർലിന്നോ അല്ലെ നമ്മൾ ഏതെങ്കിലുമൊക്കെ പേരുകൾ കൊടുക്കും. എന്തിനാണെന്നറിയാമോ? ഇതിലേക്ക് തിരിച്ചറിയാനാ. എല്ലാവർക്കും ഒരു പേര് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ആദ്യം നമ്മൾ യു എന്ന് കൊടുത്തു, കേട്ടാ, ആദ്യത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മൾ വി എന്ന് കൊടുത്തു. ഡെറിവേറ്റീവ് സംഭവം ഉണ്ടോ? വിത്ത് റെസ്പെക്ട് എക്സ് നമ്മൾ ചെയ്തു. ഇപ്പൊ വി സിക്ക് നമ്മൾ കൊടുക്കുന്ന റൂട്ട് ഓഫ് സൈൻ എക്സ്. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് വി വിത്ത് റെസ്പെക്ട് എക്സ് ഇപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വി ബൈ ഡി എക്സ്. ഇവിടെ നമ്മൾ റൂട്ട് ഓഫ് യു ഫോം, റൂട്ട് ഓഫ് യു. ഇവിടെ നമ്മൾ യു മീ നേരത്തെ ചോദിച്ചിട്ട് വേറൊരു പേര് കൊടുക്കും അല്ലെ. നേരത്തെ ഇസെറ്റ് എന്നൊക്കെ കൊടുത്തു, അല്ലെങ്കിൽ എന്താണ് വൈ എന്നൊക്കെ കൊടുത്തു. നമ്മൾ വൈ ഇപ്പൊ കൊടുക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഡബ്ല്യു എന്ന് കൊടുക്കാം. ഒരു പേര് മാറ്റി കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ റൂട്ട് ഓഫ് ഡബ്ല്യു, റൂട്ട് എക്സിന് വേണ്ടി 1/2 റൂട്ട് എക്സ്. റൂട്ട് ഡബ്ല്യു എന്താണ്? 1/2 റൂട്ട് എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ സൈൻ എക്സ് ആണ്. 1/2 റൂട്ട് ഓഫ് 1/2 റൂട്ട് എക്സ് എന്ന് പറയാം. 1/2 റൂട്ട് എക്സ്, റൂട്ട് എക്സ്. ഇവിടെ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ കരുതിയത് സൈൻ എക്സ് എന്നാണ്. അപ്പൊ 1/2 റൂട്ട് ഓഫ് നമ്മൾ ഡബ്ല്യു എന്ന് കൊടുത്തത് അല്ലെ. 1/2 റൂട്ട് ഓഫ് ഡബ്ല്യു, ഡബ്ല്യു എന്നാണ് സൈൻ എക്സ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു, ഡബ്ല്യു എന്ന് പറഞ്ഞത് സൈൻ എക്സ്. അപ്പൊ നമുക്ക് എഴുതാം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും നോക്കാം നമുക്ക്. നോക്കിയ കുട്ടികളെ, ഞാൻ ഒറ്റ സ്റ്റെപ്പ് എഴുതുന്നതാണ്. സെറ്റിങ്ങനെ ദാറ്റ് ഈസ് 1/2 റൂട്ട് ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം കോസ് എക്സ് ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് കോസ് എക്സ് എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് ന്യൂമറേറ്റർ വരും കോസ് എക്സ്. ശ്രദ്ധിക്കണേ. അപ്പൊ ശ്രദ്ധിച്ച് നോക്കുക. 1/2 റൂട്ട് ഓഫ് സൈൻ എക്സ് അടിനാമത്ത് വരും. ഇൻറ്റു ഡെറിവേറ്റീവ് സൈൻ എക്സ്, സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് വരും? കോസ് എക്സ് ഡിവൈഡ് ബൈ 2 റൂട്ട് ഓഫ് സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പൊ യു ഇസ് ഈക്വൽ ടു സൈൻ റൂട്ട് എക്സ് ആണെങ്കിൽ ഡി യു ബൈ ഡി എക്സ് കോസ് റൂട്ട് എക്സ് ബൈ 2 റൂട്ട് എക്സ് എന്ന് കിട്ടി. അതുപോലെ ഡി വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ എക്സ് ആണെങ്കിൽ ഡി വി ബൈ ഡി എക്സ് നമുക്ക് എന്ത് ചെയ്യും? കോസ് എക്സ് ഡിവൈഡ് ബൈ 2 റൂട്ട് ഓഫ് സൈൻ. അപ്പൊ രണ്ട് നമ്മൾ പത്തിൽ കണ്ടുപിടിച്ചു. ഇപ്പൊ യു ഡി എന്ന് പേര് കൊടുത്തു, അതിന്റെ രണ്ടിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. അപ്പൊ ഡി യു ബൈ ഡി എക്സ് കിട്ടി, ഡി വി ബൈ ഡി. ഇനി അടുത്ത തേർഡ് പ്രോബ്ലത്തിലോട്ട് കിടക്കും. കണ്ടു, ഹെൻസ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ്. ഹെൻസ് ഫൈൻഡ്. അപ്പൊ ഇത് നമ്മുടെ യു ആണ്, ഇത് നമ്മുടെ വി ആണ്. അപ്പൊ നമുക്ക് ഇതിന് ഒരു രണ്ടിനെ ചേർത്തിട്ട് നമുക്ക് വൈ എന്നൊരു പേര് കൊടുക്കാം. അപ്പൊ നമുക്ക് എഴുതാം. തേർഡ് പാർട്ടിലോട്ട് കിടക്കുമ്പോൾ ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു എന്ത് വരാം? സൈൻ ഓഫ് റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ്. അപ്പൊ നമുക്ക് നോക്കിയേണ്ട വൈ ഇതാണ് നമ്മൾ തന്നെ ഫംഗ്ഷൻ. ഇപ്പൊ മൂന്നാമതൊരു പേരും ആദ്യം യു കൊടുത്തു, ബി കൊടുത്തു, പിന്നെ രണ്ടും കൂടി ചേർന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ അവർ ആവശ്യപ്പെട്ടു. ഹെൻസ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് വൈ. അതായത് y is equal to sin root x plus root of sin x. Then dy by dx എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ dy by dx എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് sin root x പ്ലസ് ഡെറിവേറ്റീവ് root sin x. ഇത് ഓൾറെഡി നമ്മൾ കണ്ടുവച്ചു. നമ്മൾ ഡെറിവേറ്റീവ് dy by dx ഡെറിവേറ്റീവ് എടുത്തു. ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ dv by dx എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് നമുക്ക് ഓൾറെഡി അതുപോലെ അങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ അതായത് du by dx പ്ലസ് dv by dx എന്ന് എഴുതാം. du by dx divided by dv by dx. ഇതിന്റെ ഡെറിവേറ്റീവ് y with respect. ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കണേ. d by dx എത്ര കിട്ടിയത്? ഇത് നമുക്ക് ആദ്യത്തെ ടേം cos root x divided by 2 root x പ്ലസ് ആയിട്ട് പ്ലസ് മൈനസ് ആണ്, മൈനസ് കൊടുക്കത്തുള്ളൂ. then dv by dx എന്താ കിട്ടിയത്?
cos x divided by 2 root of sin x. Cos x divided by 2 root of sin. നോക്കി കുട്ടികളെ ഒന്നും ഞാൻ പറയാം. അപ്പൊ നമ്മൾ യു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സപ്പോസ് ചെയ്തു, ഇത് വി എന്ന് അതിന്റെ രണ്ടിന്റെയും ഡെറിവേറ്റീവ് ഉണ്ട്. ആദ്യത്തെ നമ്മുടെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് കോസ് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ 2 root x കിട്ടി. രണ്ടാമത്തെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് കോസ് എക്സ് ഡിവൈഡ് ബൈ 2 root sin x കിട്ടി. രണ്ടും കൂടി ജോയിൻ ചെയ്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ പാർട്ട് വന്നിരിക്കുന്നത് ദെൻ ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ദെൻ ഡി ബൈ ഡി എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ആണ്. ആ ആൻസേഴ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്ലിയർ ആയോ? എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം എന്നോട് ചോദിച്ചിരിക്കണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.